ജനിക്കുമ്പോഴേ കുഞ്ഞിന് സ്വന്തമായ ആശയവിനിമയത്തിന് ഭാഷയുണ്ട്. അച്ഛൻ ചേർത്ത് പിടിച്ച് താലോലിക്കുമ്പോൾ ആ ഭാഷയും കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞിന് അച്ഛനും അമ്മയും തമ്മിൽ വ്യത്യാസമില്ല. അമ്മയെപ്പോലെ തന്നെ അച്ഛനും കുഞ്ഞിൻ്റെ പരിപാലനത്തിൽ പങ്കുണ്ട്, തുല്യമായ പങ്ക്. മുലപ്പാൽ കൊടുക്കുന്നതൊഴിച്ച് മറ്റെല്ലാ കാര്യങ്ങളും അച്ഛന്മാർക്ക് ചെയ്തു കൊടുക്കാം. അച്ഛൻ്റെ കൂടി പങ്കാളിത്തത്തോടെ വളർന്നു വരുന്ന മക്കൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ മാതാപിതാക്കളുടെ സ്നേഹവും അടുപ്പവും കണ്ടാണ് വളരുന്നത്. ഭാവിയിൽ ആത്മവിശ്വാസം നിറഞ്ഞ ദാമ്പത്യം നിങ്ങൾക്കുറപ്പാണ്. തുറന്ന് സംസാരിക്കുന്നതിലൂടെ അച്ഛനും മക്കളും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുന്നു. കുഞ്ഞിൻ്റെ ആവശ്യങ്ങളും പരാതിയും അച്ഛൻ കേട്ടറിയും. നേർവഴിയിൽ കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മക്കൾ അച്ഛനോട് തുറന്ന് സംസാരിക്കും. സ്വന്തം അവകാശങ്ങളെപ്പറ്റിയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും കുട്ടിയെ ബോധ്യപ്പെടുത്തി വളർത്താൻ അച്ഛന്മാരാണ് അമ്മയേക്കാൾ മിടുക്കർ. പുഞ്ചിരി കൊണ്ടും ഒരു നോട്ടം കൊണ്ടും മക്കളുടെ ടെൻഷൻ അകറ്റാൻ അച്ഛന് സാധിക്കും. വീടിന് പുറത്തെ ചുമതലകൾ, കുടുംബാംഗങ്ങളോടുള്ള കരുതൽ, പങ്കുവയ്ക്കൽ എന്നിവയുടെ ആദ്യ പാഠങ്ങളും പഠിപ്പിക്കാൻ അച്ഛൻ തന്നെ മിടുക്കൻ. ഒരു കുടുംബത്തിൽ അച്ഛൻ്റെ കരുതലോടെയുള്ള ഇടപെടലുണ്ടായാൽ ഒരിക്കലും അവിടെ കുട്ടികൾ വഴിതെറ്റില്ല. സുരക്ഷിതത്വ ബോധവും സാമൂഹിക ഇടപെടൽ രീതികളിലെ മെച്ചപ്പെടുത്തലും കുട്ടികൾക്ക് അച്ഛൻ നൽകുന്ന സമ്മാനങ്ങളാണ്. അച്ഛനായ കാലം മുതൽ മക്കൾക്ക് വേണ്ടി ജീവിച്ച് സ്വയം ജീവിക്കാൻ മറന്നുപോയ അച്ഛന്മാർക്ക് വേണ്ടി മക്കൾ എന്തെല്ലാം ചെയ്യണം? അച്ഛൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് മക്കൾ അന്വേഷിക്കണം. അച്ഛനെ കേൾക്കാൻ സമയം കണ്ടെത്തണം. അച്ഛൻ്റെ ആവശ്യങ്ങൾ, മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കണം. കുടുംബാന്തരീക്ഷം അച്ഛന് സുരക്ഷിതമാണോ എന്ന് മനസ്സിലാക്കണം. അച്ഛന് കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. മാനസികമായ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ചെറിയ ട്രിപ്പുകളും ഒത്തുചേരലുകളും സംഘടിപ്പിക്കുക. അച്ഛന് സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിൻ്റെ ചെലവിനും ആവശ്യമായ പണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാം തുറന്നു പറയാൻ മകനോ മകളോ ഉണ്ടെന്നുള്ള ധൈര്യം അച്ഛനെ കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കും.